പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം മഴയാണ്. സംസ്ഥാനത്ത് രാവിലെ മുതൽ ശക്തമായ മഴയാണ്. രാത്രി പെയ്ത മഴയ്ക്ക് കൊച്ചിയിൽ ശമനമില്ല. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മഴ തുടരുന്നുണ്ട്. MG റോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ രാവിലെ മുതൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇടുക്കിയിലും മഴ ശക്തമാകുന്നു. തൊടുപുഴ മേഖലയിൽ കനത്ത മഴയാണ് ഇപ്പോൾ പെയ്യുന്നത്. മലയോര മേഖലയിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. കോഴിക്കോട് കുറ്റ്യാടിയിൽ മിന്നൽ ചുഴലിയുണ്ടായി, വീടുകൾക്ക് കേടുപാടുണ്ടായി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സൈഫുലി സാലിയാർ, ഇടുക്കിയിൽ നിന്ന് സന്ദീപ് രാജാക്കാട്, കോഴിക്കോട് നിന്നും ശരത് SS എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഞാൻ സൈഫുനീസിലേക്ക്. സൈഫുനീസ, കൊച്ചിയിൽ ഇപ്പോൾ എങ്ങനെയാണ്? മഴയ്ക്ക് തെല്ല് ശമനമുണ്ടോ? രാവിലത്തേതുപോലെ ഇടിച്ചുകുത്തി പെയ്യുന്ന മഴയാണോ, അതല്ല മഴയൊന്നും തോർന്നിട്ടുണ്ടോ? കൊടയൊക്കെ മടക്കിയെന്ന് തോന്നുന്നു സൈഫുനീസ. തീർച്ചയായും അരുൺകുമാർ, ഒരു മണിക്കൂറായി മഴയൊന്നും മാറി നിൽക്കുകയാണ്. പക്ഷേ മഴ പോയി വെയിൽ വന്നു എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴും മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാമെന്ന അവസ്ഥയിലാണ്. എൻ്റെ തൊട്ടടുത്ത് കുട വെച്ചിട്ടുമുണ്ട്. കാരണം അത്രത്തോളം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കേരള തീരത്ത് കാലവർഷക്കാറ്റ് ശക്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ 5 ദിവസങ്ങളിലേക്ക് മഴ തുടരാനാണ് സാധ്യത. അടുത്ത മണിക്കൂറുകളിലും അടുത്ത 3 മണിക്കൂറുകളിൽ കോട്ടയം, എറണാകുളം ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക്, അതായത് ഇടിമിന്നലോടുകൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ജില്ലയിൽ നിലവിൽ യെല്ലോ അലേർട്ടാണ്. സമീപ പ്രദേശങ്ങളിലെ ജില്ലകളിലും തൃശ്ശൂർ, ഇടുക്കി, കോട്ടയം ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ അലേർട്ടാണ്. നിലവിൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. പതിവ് പോലെ MG റോഡിൻ്റെ ചില ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് കടകളിലേക്ക് കയറുന്ന സ്ഥിതിയിലേക്ക് പോയിട്ടില്ല. ഒപ്പം തന്നെ പാലാരിവട്ടം മുതൽ കാക്കനാട് വരെയുള്ള ഭാഗങ്ങളിൽ മെട്രോയുടെ 2ാം ഘട്ട നിർമ്മാണം നടക്കുകയാണ്. ഈ ഭാഗങ്ങളിൽ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പൈലിങ്ങിൻ്റെ ഭാഗമായി ബാരിക്കേഡ് വെച്ച് മറച്ചിരിക്കുന്നതിൻ്റെ 2 ഭാഗങ്ങളിലേക്കും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പൈലിംഗ് നടക്കുന്ന ഭാഗങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ രീതിയിൽ മഴ ശക്തമായി തുടരുകയാണ്. ശരിക്കും ഇന്നലെ ആലുവ പ്രദേശങ്ങളിലെല്ലാം ഇന്നലെ ഒരു 10-11 മണിയായപ്പോൾ തുടങ്ങിയ മഴയാണ്, അതിശക്തമായ മഴയാണ്. എറണാകുളം നഗരത്തിലാണെങ്കിൽ ഉച്ചയോടുകൂടിയാണ് മഴ ശക്തിപ്പെട്ടത്. കാക്കനാട്, എറണാകുളം, ആലുവ എല്ലാ ഭാഗങ്ങളിലും അതിശക്തമായ മഴ തുടരുകയാണ്. രാവിലെ മുതൽ അതിശക്തമായ മഴയായിരുന്നു. ഇപ്പോൾ ചെറിയ നേരിയൊരു ശമനം ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. സ്കൂളുകളിലേക്ക് കുട്ടികളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവധി പ്രഖ്യാപിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അടുത്ത 3 മണിക്കൂറുകൾ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക. തീർച്ചയായിട്ടും അനാവശ്യമായ യാത്രകൾ നിങ്ങൾ ഒഴിവാക്കുക. അടുത്ത 3 മണിക്കൂർ കനത്ത മഴ പെയ്യുമെന്ന് സൈഫുനീസ് അലിയർ അറിയിക്കുന്നു. സൈഫുനീസിലെ പ്രത്യേകിച്ച് മഴ പ്രഖ്യാപിക്കുന്ന ഉപകരണമൊന്നുമില്ല. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പാണ് സൈഫുനീസ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ വീട്ടിൽ സുരക്ഷിതമായിരിക്കുക. പുറത്തിറങ്ങുമ്പോൾ കയ്യിൽ കുടയെടുക്കാൻ മറക്കരുത്. സൈഫുനീസിന്റെ കയ്യിൽ കുടയില്ലെങ്കിലും സന്ദീപ് രാജാക്കാടിൻ്റെയും ശരത്തിൻ്റെയും കയ്യിൽ കുടകളുണ്ട്. എന്ന് വെച്ചാൽ ഇടുക്കിയിലും കോഴിക്കോടും ഇപ്പോൾ മഴയുണ്ട് എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. നമുക്ക് സന്ദീപിലേക്കൊന്ന് പോകാം. സന്ദീപ്, വെരി ഗുഡ് മോർണിംഗ്. നല്ല മഴയുണ്ടോ ഇടുക്കിയിൽ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇടുക്കിയിൽ മഴയും തണുപ്പും അത്യാവശ്യം കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രാവിലെ മുതൽ തന്നെ തൊടുപുഴ മേഖലയിൽ ലോ റേഞ്ചിൽ നല്ല മഴ രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം മലയോരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ മൂന്നാർ, പൂപ്പാറ, രാജാക്കാട്, രാജകുമാരി, നെടുങ്കണ്ടം, ഇപ്പോൾ കട്ടപ്പന കഴിഞ്ഞ് നിൽക്കുകയാണ് ഞാൻ. അവിടെയും മഴ നേരിയ തോതിൽ ഇടവിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മലയോരത്ത് ആകെ ഇടവിട്ട് മഴ ശക്തമായി തന്നെ പെയ്യുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇന്ന് യെല്ലോ അലർട്ടാണ് എങ്കിൽ പോലും മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇടുക്കിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കല്ലാർകുട്ടി അണക്കെട്ട് എക്കാലത്തെയും പോലെ മഴ ആരംഭിച്ചതോടുകൂടി തന്നെ തുറന്നിട്ടുണ്ട്. 4 ഷട്ടറുകളും. ഇന്നലെ 1 ഷട്ടറായിരുന്നു തുറന്നിരുന്നത് എങ്കിൽ ഇന്ന് 4 ഷട്ടറുകളും ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതാണ്ട് ഒരു 100 സെന്റിമീറ്ററോളം ഉയർത്തിയിരിക്കുന്ന സാഹചര്യം നിലവിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ ഷട്ടറുകൾ തുറന്നിരിക്കുന്നത്. ചെറുകിട അണക്കെട്ടായതുകൊണ്ട് വളരെ വേഗത്തിൽ നിറയുന്ന ഒരു അണക്കെട്ട് കൂടിയാണ് കല്ലാർകുട്ടി. എന്നാൽ മറ്റ് രീതിയിലുള്ള നാശനഷ്ടങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. എങ്കിലും മഴ ഒന്ന് തോരുന്നു. അല്പസമയം കഴിയുമ്പോൾ അതിശക്തമായി വീണ്ടും പെയ്തിറങ്ങുന്നു. ആ തരത്തിലാണ് മലയോരത്തെ മഴയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ജാഗ്രതാ നിർദ്ദേശം എന്തായിരുന്നാലും എല്ലാ മേഖലയിലും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ മഴ മുന്നറിയിപ്പ് എത്തുമ്പോൾ തന്നെ ആ മുന്നറിയിപ്പുകൾ നൽകുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും പ്രദേശത്ത് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ സാധ്യതകളൊക്കെ ഉണ്ട് എങ്കിൽ അവിടെയൊക്കെ വേണ്ട ജാഗ്രതാ മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ കാലേക്കൂട്ടി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ നേരിയ തോതിൽ കൊച്ചി ധനുഷ്കോടി ദേശീയ
ദേശീയപാതയിൽ വാളറയ്ക്ക് സമീപം ഒരു ചെറിയ മണ്ണിടിച്ചിൽ ഉണ്ടായതൊഴിച്ചാൽ മറ്റൊരു തരത്തിലുള്ള നാശനഷ്ടങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ശക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇടുക്കിയിലുള്ളത്. മറ്റു വാർത്തകളും ഒന്നും നമ്മൾക്ക് ആ അർത്ഥത്തിൽ കേൾക്കാതിരിക്കട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ. സന്ദീപ് രാജാക്കാട് ഇടുക്കിയിൽ നിന്നാണ് വിവരങ്ങൾ നൽകുന്നത്. ഇടുക്കിയിൽ മഴ തുടരുകയാണ്. യെല്ലോ അലേർട്ടാണ് ഇടുക്കിയിലുള്ളതെങ്കിലും കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അടുത്ത 3 മണിക്കൂർ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. മിന്നലോട് കൂടിയാണ് മഴ എന്നുള്ളതും പ്രത്യേകം ഓർമ്മിക്കണം. ഒരു സ്കൂളിനും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. ഒരിടത്തു നിന്നും വലിയ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചിലയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം. ശരത് എസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരത്ത്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഈ കുറ്റ്യാടിയിൽ ഒരിക്കൽ ഒരു മിന്നൽ ചുഴലി ഉണ്ടായി എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. കോഴിക്കോട് ഇപ്പോഴും മഴ പെയ്യുകയാണോ? നമ്മുടെ സേഫ് ന്യൂസ് കൊച്ചിയിൽ കുടയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ജില്ലകളിലും ഏകദേശം മഴ വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൊച്ചിയിലും മഴ വീണ്ടും ശക്തമാവുന്നു. എന്താണ് കുറ്റ്യാടിയിൽ സംഭവിച്ചത് ശരത്? അരുൺകുമാർ, ഇന്നലെ വൈകിട്ടാണ് കുറ്റ്യാടിയിൽ ഒരു മിന്നൽ ചുഴലി വന്നത്. അതായത് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായിരുന്നു. ഇതിന്റെ പിന്നാലെ തന്നെ മഴയ്ക്ക് പിന്നാലെ മിന്നൽ ചുഴലി കൂടി വന്നു. കുറ്റ്യാടി കായക്കൊടി പഞ്ചായത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായത്. കായക്കൊടി പഞ്ചായത്തിലെ പട്ടർകുളങ്ങര, അതേപോലെ തന്നെ നാവോട്ടുകുന്ന് എന്നീ മേഖലകളിലാണ് ഈ മിന്നൽ ചുഴലി ഉണ്ടായത്. ഇവിടെ ഇത്തരത്തിൽ 3 വീടുകൾ തകർന്നിട്ടുണ്ട്. 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം നിരവധി ആളുകളുടെ കൃഷി ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന പ്രതിസന്ധിയിലാവുന്ന സാഹചര്യം. ഒപ്പം വൈദ്യുതി ബന്ധം താറുമാറായിട്ടുണ്ട്. ആ രീതിയിൽ വലിയ പ്രതിസന്ധി ഈ മേഖലയിലുണ്ട്. നിലവിൽ ഈ വീടുകൾക്ക് കേടുപാടുകൾ വന്നതും അതേപോലെ തന്നെ തകർന്ന വീടുകളിൽ നിന്നുമൊക്കെ തന്നെ ആളുകളെ മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ജില്ലയിൽ ഈ നിലവിലെ സാഹചര്യത്തിൽ മഴ തുടരുന്നുണ്ട്. നഗരത്തിൽ ഉൾപ്പെടെ മഴയുണ്ട്. പക്ഷേ അതിശക്തമായ മഴ നഗരത്തിലില്ല എന്ന് വേണം പറയാൻ. പക്ഷേ മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ മഴ ശക്തമായി തുടരുകയാണ്. പലയിടങ്ങളിലും ഇന്നലെ ഇത്തരത്തിൽ ഇടിമിന്നലോടുകൂടി തന്നെയുള്ള മഴയായിരുന്നു. ആ രീതിയിൽ വലിയ മഴ ജില്ലയുടെ ഓരോ ഭാഗങ്ങളിലുമുണ്ട്. എന്തായാലും ജാഗ്രത നിർദ്ദേശം ഇതിനകം തന്നെ വിവിധ മേഖലയിൽ നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ വിലങ്ങാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ശക്തമായ മഴയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ വിലങ്ങാട് നിന്ന് 24 കുടുംബങ്ങളെയാണ് മാറ്റിയിട്ടുള്ളത്. നിലവിൽ ഈ മാറ്റിയ കുടുംബങ്ങൾ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. ഒപ്പം മറ്റു മേഖലകളിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾക്ക് മാറാൻ ഉൾപ്പെടെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും അധികൃതർ നൽകി. ശരത്ത്, കുറ്റ്യാടിയിലാണ് ഒരു മിന്നൽ ചുഴലിയുള്ള വാർത്ത വന്നത്. ശരത് എസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലയോര മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ 1-2 ഇടങ്ങളിൽ ചെറിയ മണ്ണിടിച്ചിലുണ്ടായി എന്നത് മാത്രമേ ഉള്ളൂ. വലിയ നാശനഷ്ടമോ അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. ബിന്ദു ബിനോയ് പറയുന്നു, ഈ അലേർട്ടുകളും കാലാവസ്ഥയുമായി ഒരു മാച്ചും ഇല്ലല്ലോ. കനത്ത മഴയുണ്ടായിട്ടും യെല്ലോ അലേർട്ട്, ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടും ഇടണ്ടേ? അങ്ങനെയല്ല കേട്ടോ. ഈ അലേർട്ട് പ്രഖ്യാപിക്കുന്നതിന് നിശ്ചിത അളവിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടോ എന്ന ഒരു കണക്കുകൂട്ടലാണ് അത് ചെയ്യുക. നമ്മളത് മില്ലിമീറ്ററിൽ രേഖപ്പെടുത്തൂലേ. അപ്പോൾ കൊല്ലം ജില്ലയിൽ മഴ പെയ്തു എന്ന് പറഞ്ഞാൽ ആ അത്രയും വിസ്തൃതമായ ഭാഗത്ത് ഒരു ഇത്ര മണിക്കൂറിൽ മഴ പെയ്താൽ ഇത്ര വെള്ളം നിറയും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ മഴ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ മഴയ്ക്കുള്ള സാധ്യത അങ്ങനെയാണ്, കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ തൊടുപുഴയിൽ കനത്ത മഴയാണ് എന്നാണ് ബിന്ദു പറയുന്നത്. ശരിയാണ്, ഇടുക്കിയിലെ ചില ഭാഗങ്ങളിലും കനത്ത മഴയുണ്ട്. ഇപ്പോൾ കൊച്ചിയിലും മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോടും മഴയുണ്ട്. തിരുവനന്തപുരത്തും ഇടയ്ക്കിടയ്ക്ക് മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നു, ചിലപ്പോൾ ശക്തമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് 3 മണിക്കൂർ വളരെ നിർണായകമാണ്. നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കയ്യിൽ കുട കരുതണം. യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവ് ചെയ്യുന്നവർ പ്രത്യേകം കരുതുക വേണം ചെയ്യും. എനിക്കൊന്ന് സ്കൂൾ കുട്ടികളെല്ലാവരും യാത്ര പുറപ്പെട്ട സ്കൂളുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 24 മിനിറ്റാണ്. കുട്ടികളുടെ കയ്യിലും കുട കൊടുത്തുവിടണം, അല്ലെങ്കിൽ റെയിൻ കോട്ടെങ്കിലും അവരെ ധരിപ്പിക്കുക കൂടി വേണം. സ്കൂളിൽ പോകുമ്പോൾ ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ലഞ്ച് ബ്രേക്കിന് കുട്ടികൾ പുറത്തിറങ്ങി കളിക്കും. അപ്പോൾ റെയിൻ കോട്ടൊക്കെ കൊടുത്തു വിടുന്നതായിരിക്കും കുട്ടികൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ മഴയൊക്കെ നനഞ്ഞിട്ട് വീണ്ടും ക്ലാസ് മുറിയിൽ പോയിരിക്കുമ്പോൾ ഒരുപക്ഷെ പനി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. മഴ നനഞ്ഞാൽ പനി പിടിക്കും എന്നൊക്കെ പറയുന്നത് ശാസ്ത്രീയമായി ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ല. ചിലർ അനുഭവത്തിലൂടെ പറയുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ മഴ പെയ്തതുകൊണ്ട് മാത്രം പനി പിടിക്കണമെന്നില്ല. അതിന് ചില മറ്റ് സാഹചര്യങ്ങൾ കൂടി വേണം. അതിനകത്ത് എന്തെങ്കിലും ചില വൈറസ് ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ